ഈ വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം വീട്ടിലുണ്ടാകുന്ന കഞ്ചഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചെറിയ വീടാകുമ്പോൾ ഓരോ റൂമിനും ഓരോ ഡൈനിങ്ങിനും ഒക്കെ പാർട്ടീഷൻ അല്ലെങ്കിൽ ചുമരുകൾ ഉണ്ടാവും. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു തടസ്സമേ ഇല്ല. ബെഡ്റൂമിലേക്കുള്ള ഒരു പ്രൈവസി കൂടി കണ്ടിട്ടാണ് കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഹൈറ്റിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ. സ്ലൈഡിങ്ങിലാട്ടോ ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് ഇതിന്റെ സ്ലൈഡിങ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ ഓപ്പൺ ടെറസ് ഒക്കെ വെറുതെ അടച്ചിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ കൂടിയാണ് വീട്ടുകാർ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയ പ്ലോട്ട് ആണെങ്കിലും ചെറിയ സ്പേസ് ആണെങ്കിലും അതിൽ ഇതുപോലുള്ള ഏരിയകൾ കോറിഡോറുകളായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ജയ്സാൽമീർ മാർബിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ ഓറഞ്ച് കളർ തിളക്കം. പലപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ പലരും ഹൈറ്റ് കുറച്ച് ചെയ്യും, പിന്നെ പില്ലോ വരുമ്പോൾ ഇതിന്റെ ഡിസൈൻ കാണാത്തൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടിപൊളിയായിട്ട് വീട് ഇന്റീരിയർ ചെയ്യണം. എന്നാൽ നമ്മുടെ വീട്ടിൽ ഇന്റീരിയർ ചെയ്താൽ ഭംഗിയാവോ? ഇങ്ങനെയൊക്കെ സംശയങ്ങളില്ലേ? നമ്മളിന്ന് വന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഇന്റീരിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊരു ചെറിയ വീടാണ്. വെറും 1900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ അല്ലെങ്കിൽ ഒരു ചെറിയ കൊച്ചു വീടിന്റെ ഒരു ഹാളാണ് ഈ കാണുന്നത്. തൂണുകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചെറിയ വീടിനെ എങ്ങനെ ഇന്റീരിയർ ചെയ്യണം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. 5.25 സെന്റിൽ 3 ബെഡ്റൂമോട് കൂടി 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം വീട്ടിലുണ്ടാകുന്ന കഞ്ചഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചെറിയ വീടാകുമ്പോൾ ഓരോ റൂമിനും ഓരോ ഡൈനിങ്ങിനും ഒക്കെ പാർട്ടീഷൻ അല്ലെങ്കിൽ ചുമരുകൾ ഉണ്ടാവും. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു തടസ്സമേ ഇല്ല. നമ്മളിതാ നേരെ എൻട്രി ചെയ്യട്ടോ ഈ ഡോറിലൂടെ കേട്ടോ. അതായത് മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. ഈ മെയിൻ ഡോറിലൂടെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ ഈ ഒരു ലിവിങ്ങിലേക്കായിരുന്നു നമ്മൾ എൻട്രി ചെയ്യുക. ലിവിങ്ങിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാലോ അടിപൊളിയായിട്ടുള്ള ടർക്കോയ്സ് സോഫ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. ഈ ഒരു ചുമരല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ടെറാക്കോട്ടയിലാണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ ആ വാൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗിൽ നല്ലൊരു ഷാൻഡലിയർ കൊടുത്തിട്ടുണ്ട്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും ഇന്റീരിയർ ചെയ്തും ഒരു ടീം തന്നെ ആയതുകൊണ്ട് ഇതിനകത്ത് കുറേ വെന്റിലേഷനിൽ വേണ്ട ഗ്ലാസുകൾ അതുപോലെ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ടൗൺ ഏരിയയുള്ള വീടാകുമ്പോൾ അതിൻ്റെ ഒരു കഞ്ചഷൻ ഏരിയ വൈസിലുണ്ടാവും. അപ്പോൾ മാക്സിമം വെന്റിലേഷൻ മേലെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്ലോറിംഗ് ആണ്. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ജയ്സാൽമീർ മാർബിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ ഓറഞ്ച് കളർ തിളക്കം. അതിലൊരു അഡീഷണൽ ഡയമണ്ട് കട്ടിങ് കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു എൻട്രൻസ് ഭംഗിയായി. ഈ ഒരു ലിവിങ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിൾ ഇൻറ്റീരിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ നമുക്ക് ലക്ഷറി ആക്കാം, അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫാബ്രിക് ലക്ഷറി ആക്കാം, അല്ലെങ്കിൽ ടെക്സ്ചർ ലക്ഷറി ആക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. കാഴ്ചയിൽ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഇതുപോലുള്ള ഫേർണിച്ചേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫീല് കിട്ടും. അതുപോലെ വലിയ സ്പേസുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ബേ വിൻഡോ സ്റ്റൈലിലാണ് ഈ ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത്. വലിയൊരു ഹാളിൽ നമുക്ക് മാക്സിമം ഒരു തടസ്സങ്ങളില്ലാതെ ഫാമിലിക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആട്ടോ അവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു ഡൈനിങ് സ്പേസ് കണ്ടില്ലേ, ഒരു എൻഡിലേക്ക് മാറ്റി, പക്ഷെ അവിടെ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നേരെ നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിൽ നമ്മൾ നിൽക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽ കിട്ടാൻ നല്ലൊരു ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 പേർക്ക് സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈഡിങ് വുഡൻ ഡോറ് കാണാൻ പറ്റും. ഇത് സ്ലൈഡിങ്ങിലാട്ടോ ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് ഇതിൻ്റെ സ്ലൈഡിങ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ എക്സ്ട്രാ സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതാണ്. നമുക്കറിയാം ചെറിയ പ്ലോട്ട് ആണെങ്കിലും ചെറിയ സ്പേസ് ആണെങ്കിലും അതിൽ ഇതുപോലുള്ള ഏരിയകൾ കോറിഡോറുകളായിട്ട് യൂസ് ചെയ്യാം. ഇവിടെയാണ് വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് കുറച്ച് അഡീഷണൽ വർക്ക് കൂടെ വരാനുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ഗ്ലാസ് ടോപ്പ് ഇട്ട് മെറ്റലിൽ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ടൈലിന്റെ വാൾ കണ്ടില്ലേ, കജാരിയയിൽ വരുന്ന ഒരു മോഡൽ ടൈലാട്ടോ അത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെറിയ പ്ലോട്ട് ആണെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. വീടാണെങ്കിൽ വെറുതെ കുറേ ചുമരുകളല്ലല്ലോ വേണ്ടത്. വീട്ടുകാർക്ക് അത് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള സ്പേസ് ആണ് വേണ്ടത്. ഫാമിലി ആവുമ്പോൾ ഒരു ഗ്യാതറിങ് വേണം. അതിന് ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും ഫാമിലി സിറ്റിംഗ് ആണെങ്കിലും അതുപോലെ ഈ സ്റ്റെയർ ഏരിയ ആണെങ്കിലും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പാർട്ടീഷൻ. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ ഒരു കെൻവുഡിൽ റൊട്ടേഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം ബെഡ്റൂമിലേക്കുള്ള ഒരു പ്രൈവസി കൂടി കണ്ടിട്ടാണ് കേട്ടോ. ഈ ബെഡ്റൂം വരുന്ന ഏരിയയിലാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ലിവിങ്ങിലേക്കും ബെഡ്റൂമിലേക്കും ഡയറക്റ്റ് വ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ WPCA മൈക്ക അല്ല വിനീർ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നാച്ചുറൽ വുഡിൻ്റെ ഫീൽ കിട്ടുകയും ചെയ്യും. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു വുഡൻ സ്റ്റെയർ കാണാം. മെറ്റൽ സ്ട്രക്ചറിൽ നല്ല ഒന്നാന്തരം തേക്ക് വുഡിലാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. മെറ്റലിനെ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ ആണെങ്കിൽ റാഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഗ്രാബ് ആണെങ്കിൽ തേക്ക് വുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഹാള്. ഈ ഹാളിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. ഈ ഒരു പ്ലോട്ട് നീളത്തിൽ വരുന്ന പ്ലോട്ടാണ്. ഈ ഒരു ഭാഗത്ത് കൺസോൾ കൊടുത്തിട്ടുണ്ട്. കിഡ്സിൻ്റെ റൂമാണ് ഇത്. പക്ഷേ അങ്ങോട്ട് പോകുന്ന ഈ വാളിനെ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഒന്നാന്തരം ആർട്ട് വർക്കാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം സ്റ്റെയർ ഏരിയയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ടെക്സ്ചർ വർക്ക് ഒരു ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഇൻറ്റീരിയറിൽ സിമ്പിളായിട്ടുള്ള ആർട്ട് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ ഭംഗി ഇതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നേരെ കയറുന്നതേ കിഡ്സ് റൂമിലേക്കാട്ടോ. കിഡ്സ് റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന റൂമായിരിക്കും കിഡ്സിന്. അപ്പോൾ 2 ബെഡ് കോട്ട് നിർബന്ധമാണ്. ഇവിടെ 2 കുട്ടികളാണുള്ളത്. അവർക്കുള്ള ബെഡ് കോട്ട് അതുപോലെ അവർക്കുള്ള സ്റ്റഡി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമാട്ടോ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ റെക്സിലാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത്. കാരണം പലപ്പോഴും നമുക്ക് ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നനച്ചു തുടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് റെക്സിൻ ബെറ്റർ എന്ന് പറയുന്നത്. കളർ കോമ്പിനേഷൻ സിമ്പിളാണ്. സീലിങ്ങിൽ സിമ്പിൾ സീലിംഗ് ആണ് യൂസ് ചെയ്തത്. അതുപോലെ വാർഡ്രോബുകൾ ഗ്രേ ബ്ലൂ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത മാസ്റ്റർ ബെഡ്റൂം. ഈ കാണുന്നത് ഹെഡ് ബോർഡ് ഡിസൈൻ ഗ്രീൻ കളറിലാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു വിനീറിൽ ചെയ്ത് അതിലേക്ക് ലെതറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ ഹൈറ്റ് കൂട്ടി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ പലരും ഹൈറ്റ് കുറച്ച് ചെയ്യും. പിന്നെ പില്ലോ വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാണാത്തൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. അത് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുക. അതുകൊണ്ടാണ് 1.20 ഹൈറ്റിലൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഈ ഒരു റൂമിൽ നിൽക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഫ്ലോറിങ്ങിൽ ജയ്സാൽമീറാണ് കൊടുത്തതെങ്കിലും അതിന് ഗ്രേ ടച്ച് കൂടെ കൊണ്ടുവന്നപ്പോൾ അതിനൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ സീലിങ്ങിലേക്ക് വിനീറിൻ്റെ ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ജിപ്സം സീലിങ്ങും സൈഡിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ കാണുന്ന വാർഡ്രോബിൻ്റെ ഹൈറ്റാണ്. ഡബിൾ ഹൈറ്റ് അല്ലെങ്കിൽ അപ് ടു സീലിംഗ് വരെ തന്നെ ഹൈറ്റ് കൊടുത്തിരിക്കുകയാണ്. വലിയ ഡോറുകളാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ പല രീതിയിലുള്ള ഡോറുകൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതാ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് ഡോർ ആട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഒരുപാട് ടൈപ്പ് ഹിഞ്ചസ് വരുന്നുണ്ട്. അതിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഡോറാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് റോമൻ കർട്ടൻ ആണ്. ഈ ബെഡ്റൂമിൽ ഒന്നുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ കാണാൻ പറ്റി. അതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഈ വീട് കാണിക്കുന്നത് 2-3 വർഷത്തിന് ശേഷമാണ്. പുതിയ വീടല്ല, ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ കിച്ചണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കിച്ചണാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് WPC ആണ് കേട്ടോ. WPCയിൽ ലാമിനേറ്റ്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. മേലെ നമുക്കൊരു ബേജ് പിങ്ക് ടച്ച് ഉള്ള കളർ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ താഴെ വരുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ബ്ലൂ കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വുഡൻ ലാമിനേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ കിച്ചൺ ആണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഫാമിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കിച്ചൺ. ഈ ഒരു മെറ്റൽ സ്റ്റെയറിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറി വരുന്നത്. എല്ലാവരും ശ്രദ്ധ ഈ ആർട്ട് വർക്കിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ കണ്ടില്ല. വലിയ സ്പേസിൽ എങ്ങനെ വിൻഡോ കൊടുക്കണമെന്ന് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗ്രില്ല് കൊടുക്കണോ അല്ലെങ്കിൽ പെർഗോളോ കൊടുക്കണോ എന്നൊക്കെ. ഇവിടെ സിങ് ആയിട്ടുള്ള വിൻഡോ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്കിതാ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഹൈറ്റിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ. ഇതാ മേലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോക്സി സ്പേസർ ഇട്ടിട്ട് അപ്പോക്സി ചെയ്തിട്ടാണ് 4x2 ടൈലുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് ബ്രിഡ്ജ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 2 സൈഡിലേക്ക് നമുക്ക് വിസിബിൾ ആണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലിവിങ് ഏരിയ കാണാൻ പറ്റും, ഭംഗിയുള്ള ഷാൻഡലിയേഴ്സ് കാണാൻ പറ്റും, ഓപ്പണിങ്സ് എല്ലാം കാണാൻ പറ്റും. എന്നാൽ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലോ നമ്മൾ നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്ന ആ ഇരിപ്പിടം ബേ വിൻഡോ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്റ്റെയറിൻ്റെ ഈ ഏരിയ ആണെങ്കിൽ സ്റ്റെയർ ഏരിയയും കാണാൻ പറ്റും. ഈ ഒരു വലിയ സ്പേസ് കോറിഡോർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്റ്റഡി ഏരിയ ഉണ്ട്,
വീടിൻ്റെ പുറത്ത് തന്നെ എക്സ്ട്രാ സ്പേസ് നമുക്ക് ടെറസായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് കാണുന്നത്. ഫ്ലോറിൽ നല്ല നാച്ചുറൽ അത്തംകുടി ടൈലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തംകുടിയിൽ നിന്ന് ആൾക്കാർ വന്ന് ലേ ചെയ്ത ഡിസൈനാണ്. ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇപ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇനി റൂമുകളോ മറ്റോ എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഈ ഒരു ഏരിയകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ മെറ്റലിൽ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി പർപ്പസിൽ ചെയ്ത കാര്യങ്ങളാട്ടോ. ഇതിന് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അതുപോലെ ഈ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയ മാറി. പല വീടുകളിലും ഓപ്പൺ ടെറസൊക്കെ വെറുതെ അടച്ചിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ കൂടിയാണ് വീട്ടുകാർ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻഹാച്ച് ഇൻഫ്രയുടെ റഷീനും റിഷാനുമാണ് ഉള്ളത് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഈ ഒരു വീട് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്ലോട്ടിൽ വളരെ എന്താണോ കറക്റ്റ് വേണ്ടത് അത് മാത്രം മാക്സിമം ഓപ്പൺ സ്പേസിൽ അല്ലേ, ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾസ് മാക്സിമം കുറച്ചിട്ട്. അതെ, വാൾസ് മാക്സിമം കുറച്ചു. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറയുണ്ടായി, ഫാമിലി തമ്മിൽ അങ്ങോട്ടും കാണാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഓപ്പൺ സ്പേസിൽ ജീവിക്കുന്ന സ്റ്റൈലിലേക്ക്. വേറെ എന്തൊക്കെ ഐഡിയാസ് ആണ് ഇതിനകത്ത്? ഇത് ബേസിക്കലി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വാൾസ് മാക്സിമം മിനിമൈസ് ചെയ്തു. വളരെ കുറച്ച് വാൾസ് പാർട്ടീഷൻസ് ബാത്റൂംസിന് ബെഡ്റൂംസിന് മാത്രമായിട്ട് വെച്ചു. മാക്സിമം ഓപ്പൺ സ്പേസ് ആക്കി. പിന്നീട് ഇത് ചെറിയൊരു പ്ലോട്ടാണ്. അപ്പം മാക്സിമം പുറത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെയും ഓപ്പൺ സ്പേസസ് ആക്കി കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ള ഓപ്പൺ വിൻഡോസ്, പിന്നെ ഈ ലിവിങ്ങിൻ്റെ മുകളിലാണെങ്കിലൊക്കെ നമ്മൾ മാക്സിമം ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹീറ്റ് വെന്റിലേഷൻ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതുപോലുള്ള വീട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് ചെറിയ പ്ലോട്ടാണ്, നമുക്കതിൽ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടാവും. അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇവിടെ ആർഭാടായിട്ട് ഒന്നുമില്ല, എല്ലാം സിമ്പിൾ ലൈറ്റ് എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്ലയൻസ് ചോദിക്കാറുണ്ടോ അങ്ങനെ? ഈ രീതിയിലാണ് ആൾക്കാർക്ക് ഇപ്പം ചെറിയ പ്ലോട്ടാണെങ്കിലും ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അതെ, അപ്പം അങ്ങനെയാണ് നമുക്ക് എൻക്വയറീസ് തരാം. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റുകൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ഇപ്പം കോട്ടക്കലുണ്ട്, വളാഞ്ചേരി ഉണ്ട്, കുമ്പിടി ഉണ്ട്, പിന്നെ പട്ടാമ്പി ഉണ്ട്, പിന്നെ അരീക്കോടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക്സ്.